രാഷ്ട്രീയം മൂത്ത് തലയിൽ കയറിയിട്ട് ചില നേതാക്കന്മാരുടെ കൽപ്പന അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ നേതാക്കന്മാർക്ക് വേണ്ടി റോട്ടിൽ കിടന്ന് തുള്ളുന്ന അനുയായികളില്ലേ? പടച്ചറപ്പ് വിരോധിച്ച പലതും അവര് ചെയ്യുന്നില്ലേ? അതേ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി പാർട്ടി ഓഫീസുകളിൽ വെച്ച് ചെണ്ടമുട്ടുന്ന, തബലയടിക്കുന്ന, കുഴലൂതുന്ന, ഹാർമോണിയം മീട്ടുന്ന അതേ പടച്ചറപ്പിന്റെ അതേ ഏറ്റവും വലിയ കോപത്തിന് വിധേയരായി തീരുന്ന ഒട്ടേറെ പ്രവൃത്തികൾ പാർട്ടി വളർത്താനും വോട്ട് കിട്ടാനും വേണ്ടി റോട്ടിലൂടെയും പാർട്ടി ഓഫീസുകളിലും നടത്തുന്ന മുസ്ലിം പേരുള്ള സംഘടനയുടെ അനുയായികളില്ലേ? ഈ നേതാക്കന്മാര് നാളെ മഹ്ശറിലെത്തുമ്പോ നിങ്ങൾ പറഞ്ഞിട്ടാ ഞങ്ങൾ ഡാൻസ് ആടിയത്, നിങ്ങൾ പറഞ്ഞിട്ടാ ഞങ്ങൾ സ്റ്റേജിൽ കയറി പാടിയതെന്ന് പെണ്ണേ നീ പറഞ്ഞാൽ, അതേ നിങ്ങളുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ കൊടിയെടുത്തിട്ട് അതേ ചെണ്ടയും ബാൻഡും കുഴലൂത്തുമായി കൊണ്ട് ഞങ്ങൾ അങ്ങാടിയിലൂടെ പട്ടണം ചുറ്റി പ്രദർശനം നടത്തിയതെന്ന് പറഞ്ഞാൽ ഒരു നേതാവും രക്ഷപ്പെടുത്താൻ വരില്ല. സർവ്വ നേതാക്കന്മാരും അവിടെ അവരവരുടെ കാര്യം നോക്കി കൈയൊഴിയുന്നു, തോളൊഴിയുന്നു. ബാധ്യത വിട്ടൊഴിയുമ്പോൾ അവനവന്റെ കാര്യം എന്തു ചെയ്യും? ഇത് ചിന്തിക്കാനാ അള്ളാഹ് പറയുന്നത്. ഇത് ചിന്തിക്കാനാ. എത്ര മനുഷ്യന്മാരോട് എത്ര പറഞ്ഞാലും പിന്നെയും കാണാം രാഷ്ട്രീയത്തിന്റെ പേരിൽ അവർ ഹറാമ് ചെയ്യുന്നു. അവർക്കറിയാഞ്ഞിട്ടല്ല ഇതൊക്കെ ഹറാമാണെന്ന്. പക്ഷേ പാർട്ടി നേതാവ് പറഞ്ഞില്ലേ? നേതാവ് പറഞ്ഞോ പിന്നെ ചെയ്യാനൊക്കുമോ? അതേ രാഷ്ട്രീയം എന്ന കുളിമുറിയിൽ ഇത്തിരിയൊക്കെ തുണി ഉരിയാതെ നടക്കൂലെന്ന് പറഞ്ഞിട്ട് അതേ നേതാക്കന്മാർക്ക് ഒപ്പിച്ചുകൊണ്ട് ദീന് വിൽക്കുന്നു.